ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു തെങ്കാശി പോയ കഥ കേട്ടോ പറയാൻ പോകുന്നത്. ഞങ്ങൾ പെട്ടെന്നൊരു ദിവസം തീരുമാനമെടുത്ത് പോയൊരു കഥയാണിത്. ഞങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ പുനലൂർ ചെങ്കോട്ടെ ആ ഒരു റൂട്ടിലൂടെയായിരുന്നു പോയിരുന്നത്. റോഡ് മൊത്തം നല്ല മഴയൊക്കെ പെയ്ത് നനഞ്ഞ് കിടക്കുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പോകാനും നല്ല സുഖമായിരുന്നു. നമുക്ക് ക്ലൈമറ്റൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ജേർണി തന്നെയായിരുന്നു ഇത്. ഞങ്ങൾ ചെങ്കോട്ടെ വഴി തിരിഞ്ഞിട്ടായിരുന്നു തമിഴ്നാട്ടിലേക്ക് എത്തിയത്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് തമിഴ്നാട് എത്തിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആദ്യം തന്നെ പോകാൻ പ്ലാനിട്ടത് തിരുമലൈ കോവിലിലേക്കായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിയെല്ലാം വേപ്പ് മരവും അതുപോലെ തന്നെ പുളിമരവും ഒക്കെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. പൂത്ത് തമിഴ്നാടിൻ്റെ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന മരങ്ങളായിട്ടാണ് ഇവരെ കാണുന്നത്. നമ്മൾ നേരത്തെ 2 വട്ടം തിരുമലൈക്കോവിലിൽ വന്നിട്ടുണ്ട്. ഒരു വട്ടം നമ്മളത് ഷോർട്ട്സ് ആക്കിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാ വട്ടവും ഞങ്ങൾ സ്റ്റെപ്പ് കയറുവാനായിട്ട്, എന്നാൽ ഈ വട്ടം ഞങ്ങൾ വണ്ടി പോകുന്ന വെയിലൂടായിരുന്നു പോയിരുന്നത്. വണ്ടി പോകാനായിട്ട് സെപ്പറേറ്റ് വേറൊരു വഴിയുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വണ്ടി കൊണ്ട് പോയത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിലും ഒക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നത്. നമ്മൾ ഓർക്കും സ്റ്റെപ്പ് കയറുന്നതാണ് നല്ലത്, സ്റ്റെപ്പ് കയറുമ്പോഴാണ് ആ ഒരു വിശ്വാസം, അങ്ങനെയൊക്കെ നമ്മൾ ഓർക്കുമെങ്കിലും വണ്ടിയിലൂടെ പോകുമ്പം നമ്മൾ സ്റ്റെപ്പ് കയറി മലയുടെ മണ്ടയ്ക്ക് കാണുന്ന അതേപോലുള്ള കാഴ്ചകൾ അടുത്ത് നിന്ന് കാണുന്ന പോലെ ആയിട്ട് വണ്ടിയിലൂടെ പോകുമ്പം നമുക്ക് കാണാൻ പറ്റും. ഒരു വളവ് തന്നെയാണ് ഈ വണ്ടിയിലൂടെ പോകുന്ന വഴി എന്ന് പറയുന്നതും. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. നീരോളം മേലെ മൂടും നിൻ കണ്ണുകളിൽ നീരാടും മീനായി മാറും ഞാനേ, നാളെന്നും കാലിൽ മിന്നും മഞ്ചീരമേ, നെഞ്ചിൻ താളം നീയാവും തന്നെ താനേ. നീലാമ്പലേ നാണം കണ്ടല്ലേ, ഉള്ളിൽ മോഹം കൊണ്ടില്ലേ, നീയൊന്നിനായി ഞാനായും പിന്നാലെ മെല്ലെ ആരും കാണാതെ. അലസമീ മഴയായി വരുമരികെ, അഴകിളി തളുകളായി നീ അഴി, അമൃത മധുരിതരാവുകളിനി. നീരോളം മേലെ മൂടും നിൻ കണ്ണുകളിൽ നാളെന്നും കാലിൽ മിന്നും മഞ്ചീരമേ, നെഞ്ചിൻ താളം നീയാവും തന്നെ താനേ. നീരോളം മേലെ മൂടും നിൻ കണ്ണുകളിൽ നീരാടും മീനായി മാറും ഞാനേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ടോപ്പ് എത്തിയപ്പം നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റാത്തത്ര കാറ്റായിരുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഞങ്ങൾ ഈ 2 വട്ടം പോയതിൽ ഞങ്ങൾക്ക് ഇതുപോലെ കാറ്റും നല്ലൊരു കാലാവസ്ഥയിലല്ലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ്. പുള്ളി തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ പറമ്പിലൊക്കെ പോയി മാങ്ങ പറിക്കുകയും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോയത്. അതെന്ന് പറയുന്നത് എക്സാക്റ്റ് തെങ്കാശിയാണ്. തിരുമലൈക്കോവിൽ തെങ്കാശിയിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഞങ്ങളങ്ങനെ മാങ്ങ പറിക്കുകയും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ്
മാങ്ങയൊക്കെ അത് നമുക്ക് കൈ കൊണ്ട് പിടിച്ച് വലിച്ചാൽ വരുന്ന രീതിയിൽ നിൽക്കുമായിരുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ നെല്ല് ഉഴുന്ന് മറിക്കുന്നതും അങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അവിടെ തക്കാളി കൃഷി, അവർക്ക് ഒരുപാട് കൃഷിയുണ്ട്. അപ്പം അച്ഛൻ്റെ ഫ്രണ്ട് നമ്മളിതൊക്കെ കൊണ്ട് ഓൾറെഡി കാണിച്ചിരുന്നു കഴിഞ്ഞ വട്ടം. അപ്പോൾ ഈ വട്ടവും നമ്മളിത് കാണാനായിട്ടൂടാണ് വന്നേക്കുന്നത്. നമ്മൾ മാത്രമല്ല, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും നമ്മളോട് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ചാണ് പറമ്പിൽ പോവുകയും ആ ഒരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ആണെങ്കിൽ അവരുടെ 2 ക്യൂട്ട് പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതെന്ന് പറയുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്ക് ഈയിടെ എന്തോ കിട്ടിയിട്ടേ ഉള്ളൂ. ഞങ്ങളൊരു കരിക്കും വെള്ളം കുടിക്കാൻ നിർത്തി. കരിക്കും വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയും വീടെത്തണം. കാരണം താമസിച്ചിരിക്കുകയാണ്. നമുക്കപ്പം പത്തനംതിട്ട വരെ എത്തണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ തിരിച്ച് യാത്ര ആരംഭിച്ചു. നാളെന്നും